അഗാപ്പെ എന്ന ഈ എപ്പിസോഡിൻ്റെ അനുഗ്രഹീത ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആരാണ് ദൈവമെന്ന് അനുസ്മരിച്ച നാം പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നാണ് ഇനി പരിശോധിക്കുക. ആഴപ്പെട്ട തിരിച്ചറിവുകളും ബോധ്യങ്ങളുമാണ് ഇനി അങ്ങോട്ട് പരിശുദ്ധാത്മാവ് നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. തിരിച്ചറിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? വിശുദ്ധ കുർബാന മധ്യേ നാം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. ദൈവിക സ്വഭാവം എന്താണെന്ന് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രനിൽ നിന്നും കണ്ടും കേട്ടും സൂക്ഷിച്ചും വീക്ഷിച്ചും സ്പർശിച്ചറിഞ്ഞവനുമായ അരുമശിഷ്യൻ യോഹന്നാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചു, ദൈവം സ്നേഹമാകുന്നു എന്ന്. 1 യോഹന്നാൻ 4:8-16 തിരുവചനങ്ങൾ. അതെ, സങ്കീർത്തനം 103:8 കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. തത്വാധിഷ്ഠിതമായി ചിന്തിച്ചാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരു വ്യക്തി കക്കുന്നതുകൊണ്ടല്ല കള്ളനാകുന്നത്, മറിച്ച് കള്ളനായതുകൊണ്ടാണ് അയാൾ കക്കുന്നത്. ഇതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം സ്നേഹമായതല്ല, മറിച്ച് സ്നേഹമായതുകൊണ്ടാണ് അവിടുന്ന് സ്നേഹിക്കുന്നത്. അതെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ നിദാനം സ്നേഹമാണ്. ഇനി നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം അവിടുത്തെ സ്നേഹിക്കുകയല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ പൗലോസ് പറയുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. 1 തിമോത്തിയോസ് 3:16. അതെ, സ്നേഹത്തിൽ ഭയത്തിന് അടിസ്ഥാനമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. 1 യോഹന്നാൻ 4:18. ദൈവസ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഉള്ളിൽ നിന്ന് നിഷേധാത്മകമായ ഭയം നിർവീര്യമാവുകയും അന്തരംഗത്തിൽ ദൈവവുമായ സ്നേഹത്തിൻ്റെ ഒരു ആത്മബന്ധം ഉരുത്തിരിയുകയും ചെയ്യും. അത് തിരിച്ചറിഞ്ഞ് നമ്മെ നോക്കി തിരുവചനം ചോദിക്കുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്ന്. നിയമാവർത്തനം 4:7. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം പേടിക്കേണ്ട ശിക്ഷകനല്ല, മറിച്ച് സ്നേഹിക്കേണ്ട രക്ഷകനാണ്. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം സ്നേഹമാണ്, സ്നേഹസമ്പന്നനാണ്, സ്നേഹത്തെ സ്വന്തം രൂപമായി സ്വീകരിച്ച സ്നേഹ സ്വരൂപൻ. ഇനി എന്താണ് സ്നേഹമെന്ന് പ്രഥമത നാം മനസ്സിലാക്കിയാലേ നമ്മുടെ അറിവിനെ അതിലംഘിക്കുന്ന ദൈവസ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകൂ. 2005 ഡിസംബർ 25 തിരുപ്പിറവി ദിനത്തിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ പരമാചാര്യത്തിൻ്റെ പ്രഥമ വർഷത്തിൽ ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചു. നമുക്കറിയാം അതിൻ്റെ പേര് ദേവൂസ് കാരിത്താസ് എസ്ത്, അഥവാ ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. ശ്രേഷ്ഠമായ 2 ഭാഗങ്ങളുള്ള ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് സ്നേഹത്തിൻ്റെ താത്വിക മാനങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ആഴത്തിൽ അപഗ്രഥിച്ചിട്ടുണ്ട്. 3 ഗ്രീക്ക് വാക്കുകളാണ് അദ്ദേഹം സ്നേഹത്തെ നിർവചിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. 1 ഇറോസ്, 2 ഫിലിയ, 3 അഗാപ്പെ. എന്താണ് ഈറോസ്? ഈറോസ് എന്നാൽ മലയാളത്തിൽ കാമം എന്നർത്ഥം. കാമം ജീവജാലങ്ങളിലും മനുഷ്യരിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ജീവജാലങ്ങളിൽ, പ്രത്യേകിച്ച് മൃഗങ്ങളിൽ, ഫിറമോൺസ് എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി കാമം വംശവർദ്ധനവിനുള്ള വാസന മാത്രമായി കുടികൊള്ളുമ്പോൾ, മനുഷ്യരിൽ കാമം വെറും വാസന മാത്രമല്ല, ബുദ്ധിയിൽ അധിഷ്ഠിതമായി വിവേകത്തിന് വിധേയമായി നിലകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ പരസ്പരം സ്നേഹം നുകരാനും പകരാനും ജീവൻ പകരാനുമുള്ള സർഗശക്തി കൂടിയാണ്. വിശുദ്ധമായ കാമം ദാമ്പത്യ ധർമാനുഷ്ഠാനമായ ലൈംഗികതയോട് ഇഴചേർന്ന വാക്കാണ്. മലയാളത്തിൽ 3 പദങ്ങൾ ചേർന്നാണ് ലൈംഗികത എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. 1 ലയം, 2 ഇംഗിതം, 3 ഏകം. ചുരുക്കത്തിൽ സ്നേഹത്തിൽ ലയിച്ച് ഒന്നാവുക. ഇവിടെ ദമ്പതികളുടെ മനസ്സൊന്ന്, ഹൃദയമൊന്ന്, ശരീരമൊന്ന്, ചിന്തകൾ പോലും ഒന്ന്. പരസ്പരം സ്നേഹം നുകരുന്നതോടൊപ്പം ജീവൻ പകരുക കൂടി ചെയ്യുന്നു. ഇത്രമാത്രം പരിശുദ്ധവും പരിപാവനവുമായി ദൈവം നൽകിയ കാമം എന്ന സർഗശക്തിയെ, ഈറോസിനെ, ഇന്ന് വെറും സെക്സാക്കി ചുരുക്കി വിപണന വസ്തുവാക്കി തീർത്തിരിക്കുന്നു. വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ഇന്ന് ലക്ഷ്യം തെറ്റി അശുദ്ധിക്കായി ഉപയോഗിക്കുന്ന ഈറോസ് അഥവാ കാമം ആസക്ത ജടിലമായ 2 ജഡങ്ങളുടെ മാത്രം ഒന്നാകലിൽ കലാശിക്കുന്നു. ഇവിടെ മനസ്സൊന്നല്ല,
ഹൃദയം ഒന്നല്ല, ചിന്തകളും ഒന്നല്ല. അശുദ്ധമായ വികാര വിചാരങ്ങളോടെ രണ്ട് ശരീരങ്ങൾ മാത്രം സ്വാർത്ഥ ലക്ഷ്യത്തോടെ പരസ്പരം ഉപയോഗിക്കപ്പെടുന്നു. ഇത് പരിശുദ്ധമായ ഇറോസിന്റെ അപഭ്രംശമാണ്. സ്വാർത്ഥത മുറ്റിയ ഉപരിപ്ലവമായ വ്യവസ്ഥ വച്ചുള്ള വെറും ഇഷ്ടപ്പെടലിൽ ഒതുങ്ങുന്നു. എന്നാൽ പിന്നീട് ഈ ഇഷ്ടങ്ങളൊക്കെ വിലപ്പെട്ട നഷ്ടങ്ങളായിത്തീരുന്നു. യഥാർത്ഥമായ ഇറോസ് ദമ്പതികൾ തമ്മിലുള്ള വിശുദ്ധമായ സ്നേഹബന്ധത്തെ ദ്യോതിപ്പിക്കുന്ന പരിശുദ്ധമായ പദമാണെങ്കിൽ എന്താണ് ഫീലിയ? ഈ പദം രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കാനാണ് സാധാരണ ഉപയോഗിക്കുക. ഇഷ്ടപ്പെടലും നഷ്ടപ്പെടലുമൊക്കെയുള്ള നിസ്വാർത്ഥതയും ഉപരിസ്നേഹവും ഒക്കെ ഇടകലർന്നുള്ള സുഹൃത്ത് ബന്ധത്തെ അഥവാ സൗഹൃദത്തെ. ഇതിന് കൂടുതൽ വ്യാഖ്യാനം വേണമെന്ന് തോന്നുന്നില്ല.